പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് വളരെ ഈസി ആണല്ലോ അല്ലേ? ഇന്നലെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ്, ഡിഗ്രി അനലൈസിനെ അരച്ച് കലക്കി കുടിച്ചിട്ടും മാർക്കറ്റിൽ നിന്ന് ഒന്നും നേടാനായിട്ട് പറ്റാത്ത ആളുകളുടെ ഒരു പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഞാൻ അവിടെ 2 ട്രേഡുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് ട്രേഡുകൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും? ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള അവസരങ്ങൾ മാർക്കറ്റ് കാണിച്ചു തരും. ഇതിൽ നിന്നൊക്കെ നമ്മൾ ട്രേഡുകൾ എടുക്കാതെ ഒഴിവാക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ കൂടെ ഞാൻ 2 വർഷം 3 വർഷം മുന്നേ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ട്രേഡിംഗ് ജേർണലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോ കൊടുത്ത് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളും ആ സ്റ്റേജിലാണോ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ മറ്റൊരു സ്ക്രീൻഷോട്ട് കാണിക്കും. ഞാൻ ലാസ്റ്റ് 7 ഡേയ്സിൽ എത്ര ട്രേഡുകൾ എടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എത്ര ട്രേഡുകൾ ഞാൻ എടുത്തു, അതാണ് ഞാൻ നോക്കുന്ന കാര്യം. നമുക്ക് ചറവറ ട്രേഡുകൾ എടുത്ത് ലോസ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളാണല്ലോ ദിവസം 10, 15, 20, 30, 40, 50 ട്രേഡൊക്കെ എടുക്കുന്നവരുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അത്രയും ട്രേഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, മാസം ഒരു 5, 10, 15, 20 ട്രേഡൊക്കെ നമുക്ക് എടുത്താൽ മതി. അല്ലാതെ മാർക്കറ്റിലുള്ള എല്ലാ മൊമെൻറ്റും ക്യാച്ച് ചെയ്യാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് 8ൻ്റെ പണി നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ സൈക്കോളജി, നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സുകൾ എങ്ങനെയാണ്? ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്? പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ, സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാർഷ്യലി ബുക്കിംഗ് അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ജേണി പോകുന്നത്. അല്ലാതെ കുറേ സിഗ്നൽസ് എടുത്തോ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് മാറി മാറി നോക്കിയോ അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്തോ അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ട്രേഡ് ചെയ്തോ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എല്ലാം നമ്മുടെ തിങ്കിങ് ആണ്. നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത്? പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറയുന്നത് 99% ആളുകളും മാർക്കറ്റിൽ നിന്ന് ലോസാണ് ഉണ്ടാക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ട്രേഡ് ചെയ്താൽ ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റിൽ കോഴ്സ് വിൽക്കുന്നവരെല്ലാം ഉടായ്പകളാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത് തന്നെ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കും?